നമസ്തേ. നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് എല്ലാമുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും ഭയം തോന്നുന്നു. പണമുണ്ട്, ജോലിയുണ്ട്, സുഹൃത്തുക്കളുണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. 5000 വർഷങ്ങൾക്ക് മുൻപ് ദുര്യോധനനും ഇതേ അവസ്ഥയിലായിരുന്നു. ദുര്യോധനന് വൻപിച്ച സൈന്യമുണ്ടായിരുന്നു. ഭീഷ്മർ, കർണൻ, ദ്രോണർ തുടങ്ങിയ മഹാവീരന്മാർ കൂടെയുണ്ടായിരുന്നു. എന്നിട്ടും ദുര്യോധനൻ വിചിത്രമായൊരു വാക്കു പറഞ്ഞു: നമ്മുടെ സൈന്യം മതിയാകില്ല, അവരുടെ സൈന്യം മതിയാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഇന്നത്തെ ഭഗവത്ഗീത ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് പുറത്തുള്ള ശക്തിയേക്കാൾ പ്രധാനമാണ് ഉള്ളിലെ ആത്മവിശ്വാസം. ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 10 ആഴത്തിൽ പഠിക്കാം. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം എന്ന പദത്തിന് വിവിധ ആചാര്യന്മാർ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ചിലർ അപരിമിതം എന്നും ചിലർ ദുര്യോധനന്റെ മാനസികാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മതിയാകാത്തത് എന്നും വിശദീകരിക്കുന്നു. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മർ സംരക്ഷിക്കുന്ന നമ്മുടെ സൈന്യം മതിയാകാത്തതാണ്. പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. എന്നാൽ ഭീമൻ സംരക്ഷിക്കുന്ന അവരുടെ സൈന്യം മതിയായതാണ്. എന്താണ് ഇതിലൊളിഞ്ഞിരിക്കുന്ന പാഠം? ദുര്യോധനന് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ ആത്മവിശ്വാസം ഇല്ലായിരുന്നു. പുറമേ ശക്തിയുണ്ടായാലും ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ വിജയം പ്രയാസമാണ്. ദുര്യോധനൻ പറയുന്നു, നമ്മെ ഭീഷ്മർ സംരക്ഷിക്കുന്നു, അവരെ ഭീമൻ സംരക്ഷിക്കുന്നു. ഇത് 2 വ്യക്തികളുടെ താരതമ്യം മാത്രമല്ല, 2 തരം മനോഭാവങ്ങളുടെ പ്രതീകമാണ്. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥിക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ പുസ്തകങ്ങളും വാങ്ങി, പക്ഷേ പഠിക്കാൻ ആത്മവിശ്വാസമില്ല. മറ്റൊരു വിദ്യാർത്ഥിക്ക് കുറച്ച് സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അവൻ ആത്മവിശ്വാസത്തോടെ പഠിക്കുന്നു. ആരാണ് വിജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്? ഒരു കമ്പനിക്ക് വലിയ ഓഫീസുണ്ട്, പക്ഷേ ടീമിൽ വിശ്വാസമില്ല. മറ്റൊരു ചെറിയ കമ്പനിക്ക് ഐക്യവും വ്യക്തമായ ലക്ഷ്യവുമുണ്ട്. വളരുന്നത് പലപ്പോഴും രണ്ടാമത്തെ കമ്പനിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും പുറത്തല്ല, അത് നിങ്ങളുടെ മനസ്സിലെ സംശയമാണ്. ശ്രീകൃഷ്ണൻ പിന്നീട് അർജുനനോട് പറയുന്നത് പോലെ ധൈര്യവും വിശ്വാസവും ജീവിതത്തെ മാറ്റുന്നു. ഇന്നത്തെ ഗീതാ ചലഞ്ച് ഇതാണ്: ഒരു പേപ്പർ എടുക്കുക, അതിലെഴുതുക, എന്നെ മുന്നോട്ട് പോകാൻ തടയുന്ന 3 ഭയങ്ങൾ. അതിനടുത്തു തന്നെ എഴുതുക: ഈ ഭയങ്ങളെ ഇല്ലാതാക്കാൻ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ പരിഹാരം. ഓരോ ദിവസവും ഓരോ ചുവട്, മുന്നോട്ട് തന്നെ പോകൂ. വലിയ സൈന്യമുണ്ടായാലും ആത്മവിശ്വാസമില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ മനസ്സിലെ ഭയമാണ് ജയിക്കുക. എന്നാൽ ചെറിയ സൈന്യമായാലും ധർമ്മവും വിശ്വാസവും ഉണ്ടെങ്കിൽ വിജയം സാധ്യമാകും. ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ഹേ ശ്രീകൃഷ്ണ, ഞങ്ങളുടെ മനസ്സിലെ ഭയങ്ങളെ നീക്കണമേ. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം തരയണമേ. ആത്മവിശ്വാസത്തോടെയും വിനയത്തോടെയും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹരി ഓം തത്സത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. ഭഗവത്ഗീത മലയാളം സീരീസ് തുടരാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്തേ.